അന്നത്തെ ദിവസം കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാനില്ലെങ്കിൽ ആ ദിവസം ഒന്ന് സ്റ്റാർട്ടായി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ അവസ്ഥ. ഇന്ന് കാര്യമായിട്ട് ഫുഡിൻ്റെ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് ഓണായി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നമുക്ക് ഫിഷിന് ഫുഡ് കൊടുത്തിട്ട് ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എലോവരൻ്റെ ഈ ട്യൂബിനെക്കാളും ആ ഷീറ്റാണ് കേട്ടോ കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് വേറെ എന്ത് പണിയില്ലെങ്കിലും എല്ലാ ദിവസവും ഉള്ളൊരു പണിയാണ് ഇവരെ ടോയ്സ് ഇങ്ങനെ എടുത്തിട്ട് നല്ല വൃത്തിക്ക് വെക്കൽ. ഇപ്പോൾ പിന്നെ രണ്ടാളും വീട്ടിലില്ലാത്തതുകൊണ്ട് എടുത്തു വെച്ചാൽ ഒരു അരമണിക്കൂർ നല്ല വൃത്തിക്ക് കാണും. ഇനി വന്നാലോ അതുപോലെ അങ്ങ് വലിച്ചിടുകയും ചെയ്യും. നമ്മൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളെന്താണെന്ന് വിചാരിക്കുക, നമ്മൾ അന്നത്തെ ദിവസം ആ വീട്ടിൽ ഒരു പണി എടുത്തിട്ടില്ല എന്നായിരിക്കും. അങ്ങനെയല്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനില്ലെങ്കിലും ബാക്കി എല്ലാ പണികളും അതുപോലെ തന്നെ ഉണ്ടാവും. അലക്കാനുണ്ടാവും, അലക്കിയതെടുത്ത് ആറിയിടാനുണ്ടാവും, അതെടുത്ത് മടക്കി വെക്കാനുണ്ടാവും. എന്തായാലും ഫുഡ് ഉണ്ടാക്കാനില്ലെങ്കിൽ എന്തോ ഒരു പണി നമുക്ക് കുറഞ്ഞതുപോലെ ഉണ്ടാവും. അത് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടൊന്നുമല്ല, പക്ഷെ എന്തോ അങ്ങനെ തോന്നാറുണ്ട്. ഇതാരും ദിഗംബരനോ? ഇതെൻ്റെ മക്കൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തീർത്തതേ എൻ്റെ ഒരു കുപ്പി ഐലൈനർ ആയിരുന്നു. പക്ഷെ മക്കളായിപ്പോയില്ലേ, ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ആവാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളെന്ന് രാവിലെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഞാൻ ഇപ്പം കഴുകി വെക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും വെക്കാത്ത ഒരാളാണ്. ഏത് പണിയായാലും ഞാൻ തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ആക്കും. വേസിലൊന്നും ഞാൻ ഇങ്ങനെ പാത്രങ്ങൾ വെക്കാറില്ല. പക്ഷെ ഇന്നെന്തോ അങ്ങനെ ആയിപ്പോയി. അതിൻ്റെ ഇടയിൽ രണ്ടാളും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അവർക്ക് ഫുഡും കൊടുത്ത് പിന്നെ നമ്മളൊന്ന് ഓഫീസിലേക്ക് പോയി. വീട്ടിൽ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഷോപ്പിലേക്ക്. പിന്നെ പുറത്തെല്ലാം തണുപ്പായതുകൊണ്ടാണ് രണ്ടാൾ ഈ വേഷത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ പണി നടക്കുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് വരുന്നതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ഓഫീസിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാലും ഭയങ്കര സൗണ്ടാണ്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒരുപാട് ഗവൺമെൻറ്റിലേക്ക് പോയി കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല, സഹിച്ചോ എന്ന് പറഞ്ഞ്. ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെറുതെ അങ്ങനെ ഇരിക്കുകയാണ്? അല്ല കേട്ടോ, നമുക്ക് കുറച്ച് പണിയൊക്കെ അറിയാം. ഇവിടെ എത്തിയാൽ പിന്നെ ഇവർക്കൊരു പേപ്പറും പെന്നും കിട്ടിയാൽ മതി. ഇത് പിന്നെ പ്രിന്റിംഗ് പ്രസ് ആണല്ലോ, അതുകൊണ്ട് പേപ്പറിന് ഇവിടെ മുടക്കമൊന്നുമില്ല. ഒരുപാടുണ്ട്. അങ്ങനെ അവരവിടുന്ന് കുറച്ച് സമയം കളിച്ചു, പിന്നെ ഒരു ചായക്ക് കുടിച്ചു. അടുത്ത വീഡിയോ കാണാം. ബൈ.